Hey guys, welcome back to my YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഇൻട്രാക്ഷൻ കൈൻഡ് ഓഫ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാഹചര്യം തന്നെയാണ്. കാര്യം ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നാട്ടിലായിരുന്നപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സിറ്റുവേഷൻസും ഒക്കെ ആയിട്ട് ഓക്കെ ആയിരുന്നു. നമുക്ക് വീഡിയോസ് ചെയ്യാൻ പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് സാഹചര്യങ്ങളൊക്കെ വളരെയധികം മോശമായിട്ടുള്ള സാഹചര്യങ്ങളായത് കാരണമാണ് ഞാൻ വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാണ്ടിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ചെയ്യണം എന്ന് ഞാൻ കരുതുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ 2-3 വ്ളോഗ് കൈൻഡ് ഓഫ് വീഡിയോസും കുറേ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണമാണ് ഞാൻ വീഡിയോസ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാൻ ഇന്ന് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയെക്കുറിച്ചും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ എൻ്റെ പേര് വന്ദന, എൻ്റെ ചാനലിൻ്റെ പേര് മോം സ്ക്രിപ്റ്റ് എന്നാണ്. അപ്പോൾ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് പാരൻറ്റിങ് റിലേറ്റഡ്, മദേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള, ലേഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാഷൻ, മേക്കപ്പ്, ടിപ്സ് ആൻഡ് അങ്ങനത്തെ കുറച്ച് കൈൻഡ് ഓഫ് വീഡിയോസ്, ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെയാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട കോണ്ടൻറ്റും ടോപ്പിക്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയ ഒരു ജേർണിയെക്കുറിച്ചിട്ടാണ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബിഫോർ ദാറ്റ്, അതിന് മുന്നായിട്ട് ഞാൻ തീർച്ചയായിട്ടും നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ജേർണി ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയത് പറയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയെക്കുറിച്ച് സംസാരിക്കണമല്ലോ. അപ്പം ആദ്യം ഞാൻ അതിനെക്കുറിച്ചിട്ടായിരിക്കും ആദ്യം സംസാരിക്കുക. എന്നിട്ട് ഞാൻ ഫേസ് ചെയ്ത കുറേ പ്രശ്നങ്ങൾ, ലൈക്ക് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയതിന് ശേഷം ഞാൻ ഫേസ് ചെയ്യാനുണ്ടായ കുറേ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് തികച്ചും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ ആകണമെന്നില്ല മറ്റൊരാളുടെ കാര്യത്തിൽ. ഇത് തികച്ചും എൻ്റെ പേഴ്സണൽ, അല്ലെങ്കിൽ ഞാൻ കടന്നുപോയ കാര്യങ്ങളായിരിക്കും ഞാൻ ഇതിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയെക്കുറിച്ച് പറയുവാണെങ്കിൽ അതത്ര സുഖകരമായിട്ടുള്ള ഒരു ജേർണിയൊന്നും ആയിരുന്നില്ല. ഇവൂനെ ഞാൻ പ്രസവിച്ച് കഴിഞ്ഞ സമയത്ത് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ, എല്ലാ അമ്മമാർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ, ഫീഡ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാണല്ലോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ സമയത്ത്, അതായത് എൻ്റെ മോൻ വന്നിട്ട് തീരെ ലാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവന് ലാച്ച് ചെയ്യാൻ പ്രോപ്പറായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും ചിന്തിക്കുമ്പോൾ എനിക്കറിയാം, നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോഴും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കിത് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഇറ്റ് വാസ് ലൈക്ക്, എന്താ പറയുക, എനിക്ക് ഭയങ്കര ഹാർഡ് ടൈമായിരുന്നു. ഫസ്റ്റ് ഇവക്കുട്ടി ജനിക്കുന്ന സമയത്ത് അവന് ഏകദേശം 3.25 kg ആയിരുന്നു അവൻ്റെ ബർത്ത് വെയ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവു ഭയങ്കര കരച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് എത്ര ഞാൻ ഫീഡ് ചെയ്താലും അവനങ്ങ് കരച്ചിലാണ്. അപ്പോൾ ആദ്യമൊക്കെ അറിയാമല്ലോ, എല്ലാ അമ്മമാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അതായത് പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ് കുറച്ച് സമയമെടുക്കും നമ്മുടെ ബോഡി അതുമായിട്ട് ഓക്കെ ആയിട്ട്, നമ്മുടെ നമുക്ക് ഫീഡ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ബോഡിയുടെ ആ മെറ്റബോളിസം ഒക്കെ നടക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുവരെയും നമ്മൾ സാധാരണ ചെയ്യുക കുഞ്ഞുങ്ങളെ കൊണ്ട് ലാച്ച് ചെയ്യിപ്പിച്ചിട്ട് ഇരിക്കുക എന്നുള്ളതായിരുന്നു. കൺസൾട്ട് ചെയ്യാൻ എന്നെ കാണാൻ വരുന്ന ഡോക്ടേഴ്സ് ആയാലും ഈവൻ വിസിറ്റ് ചെയ്യാൻ വരുന്ന നേഴ്സസ് ആയാലും ഒക്കെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ബേബിയെ കൊണ്ട് ലാച്ച് ചെയ്യിപ്പിക്കുന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഞാനത് ചെയ്യുന്നുണ്ട്. പക്ഷെ മോന് അവനെ വിശപ്പടക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാല് കൊടുക്കാനൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഡിസ്ചാർജായി
ഞാൻ വീട്ടിലെത്തിയിട്ടും സെയിം പ്രോസസ്സ് തന്നെ നടക്കുന്നത്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഇവൻ്റെ ലാച്ചിങ് പ്രോപ്പർ അല്ലാത്തത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് നിപ്പിൾ ക്രാക്സ് വന്ന് എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി. പക്ഷേ സ്റ്റിൽ ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ വെച്ചിട്ട് ഈ വരുന്നവരും പോകുന്നവരൊക്കെ ഇതെന്താ നീ പാല് കൊടുക്കുക, കുഞ്ഞിന് പാല് കൊടുക്കാഞ്ഞിട്ട് ഈ കൊച്ചു കിടന്ന് കരയുന്നത്, ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത്, കുഞ്ഞ് കരയുമ്പോൾ എഴുന്നേറ്റ്. ആക്ച്വലി ഞാൻ പാല് കൊടുക്കുന്നുണ്ട്, പക്ഷേ അവന് അത് കറക്റ്റ് രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കാരണമാണ് അവൻ ഇങ്ങനെ ഭയങ്കര റെസ്റ്റ്ലെസ്സായി കരഞ്ഞിട്ടിരുന്നത്. പക്ഷേ ഇതൊന്നും നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഒരു 2-3 ഡേയ്സ് കഴിയും തോറും എൻ്റെ കാര്യം ഇങ്ങനെ ഭയങ്കര സിറ്റുവേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര കരച്ചിൽ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എനിക്ക് പാല് കൊടുക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി നിപ്പിൾ ക്രാക്സും കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കര വഷളായിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ 2-3 ഡേയ്സ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഡോക്ടർ വിസിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം പീഡിയാട്രീഷനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ ചെന്നിട്ട് ഡോക്ടറിനോട് ഈ കൺസേൺ പറഞ്ഞു, ലൈക്ക് കുഞ്ഞിന് പാല് കിട്ടുന്നില്ല. ഏതൊരു അമ്മയുടെയും ഒരു കൺസേൺ ആണ്, നമ്മുടെ കുഞ്ഞ് ഇങ്ങനെ കിടന്ന് കരയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടറിനോട് ഈ കൺസേൺ പറയുകയാണ്, ലൈക്ക് എനിക്ക് പാല് കൊടുത്തിട്ടും കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ്, ഇതെന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്ടർ ഇങ്ങനെ ഒരു ഫിസിക്കൽ എക്സാമിനേഷനൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, പാലില്ലായകയൊന്നുമില്ല, പാലൊക്കെ ഉണ്ട്, അത് മേ ബി കൊടുക്കുന്ന പൊസിഷൻ കറക്റ്റ് അല്ലാഞ്ഞിട്ടാകാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എനിക്ക് പൊസിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അന്നേരം എൻ്റെ അടുത്ത് ഡോക്ടർ ഈ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന നേരത്ത് ഡോക്ടറിനോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് മോള് ഇത്രയും ദിവസം ഈ നിപ്പിൾ ക്രാക്സും വെച്ചിട്ട് കുഞ്ഞിന് പാല് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, നീ അപ്പോൾ എന്തോരം പെയിൻ ആയിരിക്കും അന്നേരം അനുഭവിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് ചോദിച്ചത് ഡോക്ടർ. അത്രയ്ക്ക് സിറ്റുവേഷൻ ആയിരുന്നു, ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും അത് മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും അന്നേരം ഉണ്ടായിരുന്ന ഒരു പ്രയോറിറ്റി വന്നിട്ട് കുഞ്ഞായിരുന്നു. ഇപ്പം ഈവൻ എനിക്കായാൽ കൂടി കുഞ്ഞിന് പാല് കിട്ടണം, അല്ലെങ്കിൽ അവൻ്റെ കരച്ചിൽ നിൽക്കണം എന്നുള്ള ഒരു പ്രയോറിറ്റിയിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ എന്താ പറയുക മാറ്റി വെക്കുമായിരുന്നു. അങ്ങനെ ഡോക്ടർ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഡോക്ടർ എനിക്ക് നിപ്പിൾ ഷീൽഡ് പ്രിഫർ ചെയ്തു, മീൻസ് എഴുതി തന്നു, പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ലൈക്ക് നീ ഇനി ഫീഡ് ചെയ്യുന്ന സമയത്ത് നിപ്പിൾ ഷീൽഡ് ഇട്ടിട്ട് വേണം ഫീഡ് ചെയ്യാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാൻ, ഒരു ഉപയോഗം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും എൻ്റെ അവസ്ഥ വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് പുരോഗമനമൊന്നും ഉണ്ടാകുന്നില്ല. കാര്യം കുഞ്ഞ് പാല് കുടിക്കുന്നില്ല. അപ്പം അവൻ്റെ വെയിറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഡേ ബൈ ഡേ കുറഞ്ഞിട്ടിരിക്കുകയാണ്. അതിനുശേഷം അടുത്ത ഡോക്ടർ വിസിറ്റിന് ഞാൻ ചെന്നപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കിയപ്പം മോൻ ഞാൻ പറഞ്ഞല്ലോ 3,250, അവൻ ഒറ്റയടിക്കാണ് 1 kg അടുപ്പിച്ചിട്ട് വെയിറ്റ് ലോസ് ആയത്. വെയിറ്റ് ലോസ് ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ആകെ ടെൻഷനായി, ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും ഇത് വെച്ച്, എന്നിട്ട് ഡോക്ടർ പിന്നെ എനിക്കൊരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനിയും ഇത് വെച്ച് തുടർന്നിട്ട് കാര്യമില്ല, ബിക്കോസ് കുഞ്ഞിന് അന്നേരം 28 കഴിഞ്ഞായിരുന്നു കേട്ടോ. ഒരു 28 ഡേയ്സൊക്കെ ആയിട്ട് കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ദോഷമായിരിക്കും. സോ നമുക്ക് ഫോർമുല സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. മനസ്സോടെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഗിൽട്ടോടെ തന്നെ എനിക്കത് ഫോഴ്സ്ഫുള്ളി സമ്മതിക്കേണ്ടി വന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാര്യം നമ്മളെ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണല്ലോ. അമ്മയ്ക്ക് പാല് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്തോ വലിയ മഹാ അപരാധമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. പക്ഷേ നമ്മുടെ അടുത്ത് ഇന്നത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കാം മേ ബി നമ്മുടെ ബോഡിയിൽ ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് പഴിക്കാൻ തുടങ്ങി. ലൈക്ക് പണ്ടത്തെ അമ്മമാരുടെ ആ ഒരു ഇതുണ്ടല്ലോ, പണ്ട് എനിക്ക് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, കമ്പാരിസൺ കേൾക്കാൻ തുടങ്ങി. അത് ഭയങ്കര പെയിൻഫുള്ളായിട്ട് ഉള്ളൊരു സാഹചര്യമായിരുന്നു. നമ്മൾ ആ കടന്നു പോകുന്നത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്കും പെയിൻഫുള്ളായിട്ട് ഉള്ള സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുമായിരുന്നു. അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഈ പറഞ്ഞ പോലെ എനിക്ക് ഫോർമുല സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷെ വൺസ് ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ബ്രസ്റ്റ് ഫീഡും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ തന്ന ഒരു മെഡിസിൻ ഭയങ്കര എഫക്റ്റീവായിരുന്നു. എനിക്ക് വൺസ് അത് കഴിച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് തന്നെ വന്നാലും മോൻ കുടിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. മോൻ കുടിക്കാത്തത് കാരണവും പിന്നെ ഈ
ഈ 4 സൈഡിൽ നിന്നുള്ള പ്രഷറും കാര്യങ്ങളും ഒക്കെ എല്ലാം കൂടിയൊക്കെ ആയപ്പോൾ എനിക്ക് മിൽക്ക് പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മരുന്ന് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ബാക്ക് ടു നോർമലായി. ഹെൽത്തി ആയിട്ടുള്ള എനിക്ക് ഹെൽത്തി ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനൊക്കെ അന്നേരം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഡോക്ടർ എന്നോട് പറഞ്ഞു, കുഞ്ഞ് വെയിറ്റ് ഗെയിൻ ആയല്ലോ, അതുകൊണ്ട് ഇനി ഫോർമുല നിർത്തണ്ട, ഈ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് എന്നിട്ടും ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ സോഷ്യൽ കണ്ടീഷനിങ് കാരണമായിരിക്കാം എനിക്ക് മാനസികമായിട്ട് അത് ഭയങ്കര ഉണ്ടായിരുന്നു. കുഞ്ഞിനെ എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ കംപ്ലീറ്റ്ലി ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടവും കുറ്റബോധവും എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ടിൽ ഒരു 4 months വരെ. എനിക്കിങ്ങനെ എന്താ പറയുക, ഒരു 4 months വരെ ഞാൻ ഇത് ഓർത്ത് വിഷമിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ സ്റ്റിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യം നോക്കിയേ പറ്റത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് ഫോർമുല കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു 4 months ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാട്ടോ, അവളെനിക്ക് തന്ന ഒരു എൻകറേജിങ് അതാണ് റീസൺ. അവൾ എന്നോടിങ്ങനെ പറഞ്ഞൊരു വാക്കുണ്ട്, ലൈക്ക് അവളും ഇതേപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതായിരുന്നു. അന്നേരം അവളുടെ ഡോക്ടർ അവളോട് പറഞ്ഞത്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പാല് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ശരീരത്ത് ഉൽപ്പാദിക്കപ്പെടും. അത് പക്ഷേ കുറേ ഫിസിക്കൽ അല്ലെങ്കിൽ കുറേ വേറെ റീസൺസ് കാരണമാണ് അതിൽ എന്തെങ്കിലും കുറവ് വരികയോ അങ്ങനെയൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആവാണ്ട് കുഞ്ഞിനെ ധൈര്യമായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യൂ എന്നാണ് അന്ന് ആ ഡോക്ടർ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞത്. അവൾ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഒരു പോസിറ്റീവ് തിങ്ങായിട്ടാണ് തോന്നിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ബലം തന്നു ആ സമയം. അപ്പം ഞാൻ കരുതി, ശരിയാ, ആ പറഞ്ഞതിൽ കാര്യമുണ്ട്, നമുക്ക് എന്നാൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ മോന് ഫോർമുല സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ അന്ന് ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം അതായിരുന്നു, ഫോർമുല സ്റ്റോപ്പ് ചെയ്യാം. കാര്യം മോൻ നല്ല രീതിയിൽ അന്നേരം എൻ്റെ പാല് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന് കരുതിയിട്ട് ഞാൻ ഫോർമുല സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എന്താ പറയുക, അത് ഓക്കെ ആയി എന്ന് തന്നെ പറയാം. അവൻ കംപ്ലീറ്റ്ലി ഫോർമുല മിൽക്കൊക്കെ മാറ്റിയിട്ട് കംപ്ലീറ്റ് ബ്രസ്റ്റ് ഫീഡിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 4th month തൊട്ടാണ് മോൻ്റെ. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2.25 വയസ്സ് വരെയും അവൻ എൻ്റെ പാല് നല്ല രീതിയിൽ കുടിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഒരു സൈഡിൽ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. ബിക്കോസ് ആസ് എ മദർ എല്ലാ അമ്മമാർക്കും ഇത് മനസ്സിലാഗ്രഹമുള്ള കാര്യമാണ്, സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കുക അല്ലെങ്കിൽ മുലയൂട്ടുക എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ എന്ന് കരുതി ഞാൻ ഇതിലൂടെ തരുന്ന മെസ്സേജ് ഒരിക്കലും ബ്രസ്റ്റ് ഫീഡിങ് അല്ല ഫോർമുല കൊടുക്കുന്നത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് ഓരോരുത്തരുടെയും പ്രിഫറൻസാണ്, ഓരോരുത്തരുടെയും സിറ്റുവേഷൻസാണ്. ഒരിക്കലും ഫോർമുല മിൽക്ക് കൊടുത്തു എന്ന് കരുതിയിട്ട് ഒരമ്മയാകാതിരിക്കില്ല, അമ്മ അല്ലാണ്ടാകില്ല. സോ അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷെ ഞാൻ അന്ന് എൻ്റെ ഒരു സിറ്റുവേഷനാണ് പറഞ്ഞത് കേട്ടോ. എനിക്കത് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇവക്കുട്ടിക്ക് ഞാൻ സക്സസ്ഫുള്ളി ഒരു 2.25 വയസ്സ് വരെ കംപ്ലീറ്റ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം അവൻ ആവശ്യമുള്ളതുപോലെ, അതായത് ഒരു 3-3.5 വയസ്സ് വരെ കൊടുക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ അപ്പോഴും എൻ്റെ ഈ ബ്രസ്റ്റ് ഫീഡിങ് ജേണിയിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. മോനൊരു 2 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് എൻ്റെ ബ്രസ്റ്റിൽ ചെറിയ രീതിയിലൊരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ, അതായത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഏരിയോള ഭാഗത്തായിട്ട് ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ കാണാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചായിരുന്നു. ലൈക്ക് ഇതെന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ആ ഏരിയോള ഭാഗം കംപ്ലീറ്റ് ഇങ്ങനെ സ്കിന്നൊക്കെ പീലായി പോകാൻ തുടങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അത് കഴിയുമ്പോഴത്തെ ഡ്രൈനസ് എന്ന് വെച്ചാൽ സ്കിന്നിങ്ങനെ
പീലായി പോകുന്നത് നമുക്ക് വേദനിക്കുന്ന രീതിയിലുള്ള ചെറിയ സ്കിൻ ഷെഡിങ് അല്ല, നല്ല രീതിയിൽ ഫ്ലേക്സ് ആയിട്ട് വന്നിട്ട് അതിങ്ങനെ ഇളകി പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ആൻഡ് അതിൽ നിന്ന് ചെറിയ രീതിയിൽ പസ്സൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയായി. ബിക്കോസ് നമ്മൾ പെട്ടെന്ന് കയറി നോക്കുന്നത് ഗൂഗിളിലായിരിക്കുമല്ലോ. ഗൂഗിളിൽ കയറി നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അന്നേരം ടെൻഷനായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം. പിന്നെ ഞാനിരുന്ന് ഗാഢമായിട്ടിരുന്ന് ഗൂഗിളിൽ സെർച്ചിങ് ആയിരുന്നത് എന്താ സംഭവിക്കുക. അപ്പോഴൊക്കെ ഞാൻ പിന്നെ ഓക്കെ ആയി. അതിൻ്റെ മെയിൻ റീസണൊക്കെ എനിക്ക് പിന്നെ ഏകദേശം ഒരു ധാരണ കിട്ടി. എന്നാലും നമുക്ക് അത് പോരല്ലോ, നമുക്കൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഞാൻ കരുതി നമ്മുടെ ഗൈനക്കോളജിസ്റ്റിനെ പോയി ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റിനെ ഞാൻ പോയി കണ്ടപ്പോൾ ഡോക്ടർ ഇതുപോലെ ഒരു ഫിസിക്കൽ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് വന്നിട്ട് കുഞ്ഞിൻ്റെ നാവിൽ നമ്മൾ സാധാരണ പാല് കൊടുക്കുന്ന സമയത്ത് ഒരു പൂപ്പലുണ്ടാവുമല്ലോ, ആ പൂപ്പൽ ഇവുവിൻ്റെ നാക്കിൽ കൂടുതലായിരുന്നു. അതിനെ ഓറൽ ത്രഷ് എന്ന് പറയും. അത് കാരണം എൻ്റെ നിപ്പിളിലും ഏരിയോളയിലും ഇൻഫെക്ഷൻ വന്നതായിരുന്നു അത്. പക്ഷേ അതിൻ്റെ ഒരു വേഴ്സ്റ്റ് സൈഡ് എന്ന് വെച്ചാൽ ഞാൻ ഓരോ പ്രാവശ്യവും മോനെ ഫീഡ് ചെയ്ത് കഴിയുമ്പോഴും എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് മരുന്ന് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. ആ മരുന്ന് യൂസ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ഫീഡ് ചെയ്യും. അവനെ എപ്പോൾ കണ്ടാലും അവന് പാല് വേണം. അപ്പോൾ ഞാൻ ഓരോ വട്ടവും വീണ്ടും ചൂടുവെള്ളത്തിൽ ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് മോന് ഫീഡ് ചെയ്യുക, വീണ്ടും ഇത് റീഅപ്ലൈ ചെയ്യുക. അങ്ങനെ ഒരു 2.25 വയസ്സ് വരെ ഞാൻ എത്ര നാൾ അവന് ഫീഡ് ചെയ്തോ അത്രയും നാൾ വരെ ഞാനിത് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. അത് ഇങ്ങനെ കുറയുന്നുണ്ടായിരുന്നല്ലോ. മേ ബി എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ എപ്പോഴും നനവ് തട്ടുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ മോൻ്റെ നാവിലെ ഈ പൂപ്പൽ സ്റ്റില്ലുണ്ടല്ലോ, അപ്പോൾ അത് നാവിൽ നിന്ന് പോവാത്തതിൻ്റെ ഒരു റീസൺ കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. എനിക്ക് അവൻ്റെ ഫീഡിങ് നിർത്തുന്നിടം വരെയും ഈ ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം എനിക്ക് മോൻ്റെ ഫീഡിങ് നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. ഞാനൊരു 3-3.5 വയസ്സ് വരെ അവനെ ഫീഡ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഇരുന്നത്. പക്ഷേ എൻ്റെ ഈ ഒരു ഫിസിക്കൽ പ്രശ്നവും അല്ലാതെ കുറച്ച് മറ്റ് കാരണങ്ങളാൽ എനിക്ക് അവൻ്റെ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ ഇവൻ്റെ ഫീഡിങ് നിർത്തിയതെന്നാണ്.